നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒരു 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷേ അതിൽ കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ടതുണ്ട്. ഞാൻ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഏത് ചക്രയാണ് കോൺഫിഡൻസ് കുറവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? അതുപോലെ തന്നെ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഭയങ്ങൾ ഏത് ചക്രയുടെ ഇംബാലൻസ് കൊണ്ടാണെന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് സോളാർ പ്ലക്സസ് ചക്രയാണ്. സോ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് സോളാർ പ്ലക്സസ് ചക്രയാണ്. പക്ഷേ ഭയങ്ങൾ, അതായത് ഫിയേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ ഫിയേഴ്സിൽ തന്നെ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. അതായത് ചിലർക്ക് ഈ ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും. അതുപോലെ തന്നെ സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ശബ്ദം പുറത്തേക്ക് വരാത്ത അവസ്ഥ. അങ്ങനെ ശബ്ദം പുറത്തേക്ക് വരാത്തൊരവസ്ഥയിൽ നമ്മൾ ഹീൽ ചെയ്യേണ്ടത് ത്രോട്ട് ചക്രയാണ്. അതുപോലെ തന്നെ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹീൽ ചെയ്യേണ്ടത് സോളാർ പ്ലക്സസ് ചക്രയാണ്. അതല്ലാതുള്ള എല്ലാ തരത്തിലുള്ള ഭയങ്ങൾ, അതായത് പലതരത്തിലുള്ള ഫോബിയാസൊക്കെ ഉണ്ട്. ഇൻസെക്ട്സിനെ പേടി, ചിലർക്ക് ചില കളേഴ്സ് പേടിയാണ്. അതായത് റെഡ് കളറ്, ബ്ലൂ കളറ്, ബ്ലാക്ക് കളറൊക്കെ കാണുന്ന സമയത്ത് അകാരണമായ പേടി വരിക. പിന്നെ ചില സാഹചര്യങ്ങളോടുള്ള പേടി, അതുപോലെ എന്തെങ്കിലും ഇപ്പം എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായ പേടി തോന്നുക. ഇതൊക്കെ മെയിനായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് റൂട്ട് ചക്രയാണ്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ചക്രാസും ഒരുമിച്ചാണോ ആക്ടിവേറ്റ് ആക്കുന്നത്? അതല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിലാണോ അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് നിങ്ങൾ അയക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്തോ ഒരു കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും. അതായത് അതിനൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് അയക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അയക്കുക. അതായത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, എല്ലാ ചക്രാസും ഒരുമിച്ചാണോ ആക്ടിവേറ്റ് ആകുന്നത്? ആ ചോദ്യം പ്രശ്നമില്ല. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈമാണോ അത് ചെയ്യേണ്ടതെന്ന്, ഏത് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലായത് വെച്ചിട്ട് പറഞ്ഞു തരാം. എല്ലാ ചക്രാസും ഒരിക്കലും ഒരുമിച്ച് ആക്ടിവേറ്റ് ആകുന്നില്ല. പക്ഷേ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഒരുമിച്ചാണ്. അതായത് ഹീലിംഗ് പോലുള്ള പ്രോസസ്സ്, ഇപ്പം റേക്കി അല്ലെങ്കിൽ യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബീജമന്ത്രങ്ങൾ ഉരുവിടും. ഒരിക്കലും നമ്മൾ ബീജമന്ത്രങ്ങൾ ഉരുവിടുന്ന സമയത്ത് പകുതി ചെയ്ത് പകുതി പിന്നത്തേക്ക് വെക്കില്ല. കൃത്യമായിട്ട് 7 ചക്രാസിനും നമ്മൾ 7 ശബ്ദങ്ങളാണ് ബീജമന്ത്രങ്ങൾ വരുന്നത്. ഈ 7 ശബ്ദങ്ങളും നമ്മൾ ഒരുമിച്ചാണ്. അതായത് ഓരോന്നും, ഇപ്പോൾ റൂട്ട് ചക്ര ഫസ്റ്റ്, അതിനുശേഷം സാക്രൽ ചക്ര, ദെൻ സോളാർ പ്ലക്സസ് ചക്ര, ഇങ്ങനെ ഒരു എന്താ പറയുക, ആദ്യം താഴേം തൊട്ട് മുകളിലോട്ട് എന്നുള്ള തരത്തിലാണ് നമ്മൾ ബീജമന്ത്രങ്ങൾ ഉരുവിടുന്നത്. ഇനി റേക്കി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഒന്നുകിൽ താഴെ നിന്ന് മുകളിലോട്ട് അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ള നിലയിലാണ് നമ്മൾ റേക്കി വെച്ചിട്ടും ചെയ്യുക. അത് വീണ്ടും കട്ടാക്കിയിട്ട് ചെയ്യില്ല. അതായത് 3 എണ്ണം നേരത്തെ കൊടുക്കുക, 4 എണ്ണം പിന്നെ കൊടുക്കുക, ഇങ്ങനെ നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഹീൽ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ബീജമന്ത്രങ്ങൾ ഉരുവിടുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ഫുള്ളായിട്ടാണ് കൊടുക്കുക. ഇനി ഇത് ഡിഫറെൻറ്റ് ടൈമിലാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ടൈം എന്ന് ഉദ്ദേശിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീജമന്ത്രങ്ങളും അതുപോലെ തന്നെ റേക്കിയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സമയത്ത് തന്നെ എല്ലാത്തിനും കൊടുക്കണം. അതായത് ഓരോ ചക്രയായിട്ട് വേണം നമ്മൾ ഹീൽ ചെയ്യാൻ. ഇനി അതല്ല, ബീജമന്ത്രങ്ങൾ ഉരുവിടുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് രാവിലെയാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏർലി മോർണിംഗ് ഒരു 7 മണിക്ക് മുൻപായിട്ട് ബീജമന്ത്രങ്ങൾ ഉരുവിടാൻ ശ്രമിക്കുക. ബീജമന്ത്രങ്ങൾ ഉരുവിട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കണം. അത് യോഗയാവാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുക. ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. റേക്കി ആണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. റേക്കി ആണെങ്കിൽ നമ്മൾ രാവിലെ ഏത് സമയത്തും ചെയ്യാം റേക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ
രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഈ 23-ാം തീയതി ഈ വരുന്ന സാറ്റർഡേ രാത്രി 10 മണിക്ക് ഞാനൊരു ഗ്രൂപ്പ് ഹീലിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ചെയ്ത ലാസ്റ്റ് വീഡിയോ, അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഒരുപാട് തവണ ഗ്രൂപ്പ് ഹീലിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെയിൽ അയച്ചാൽ മതി. നിങ്ങളുടെ പേരും നമ്പറും മെയിൽ അയച്ചാൽ മതി. ഞാൻ തീർച്ചയായും തിരിച്ച് വിളിക്കുന്നതാണ്. അന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഭക്ഷണത്തിൻ്റെ കാര്യം ചോദിച്ചു, പീരിയഡ്സ് പ്രശ്നമാണോ എന്ന് ചോദിച്ചു. ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഒരുപാട് മെയിലും മെസ്സേജും ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് തീരുന്നില്ല. അതിൻ്റെ കൂടെ ഹീലിങ്ങും അറ്റോൺമെൻറ്റും ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ സമയം എത്താത്തൊരു പ്രശ്നമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു തരാം. രാത്രി 10 മണിക്കാണ് ആരംഭിക്കുക. 9:30 ആകുമ്പോൾ ഞാനൊരു ഓഡിയോ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും. ഈ ഓഡിയോ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ കേൾക്കാവുന്നതാണ്. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ നിങ്ങൾക്ക് പീരീഡ്സ് ആണോ, നിങ്ങൾ നോൺ വെജ് കഴിച്ചോ, ഇതൊന്നും ബാധകമല്ല. നിങ്ങൾ നോൺ വെജ് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ പീരീഡ്സ് ആയതുകൊണ്ടും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ 21 ദിവസം പൂർത്തിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇന്നിപ്പം രാത്രിയാണ് ചെയ്തത്, അതുകൊണ്ട് നാളെ രാവിലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. തീർച്ചയായും ചെയ്യാം. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒന്നിൽ കൂടുതൽ തവണ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനും ഒരു കുഴപ്പമില്ല. കാരണം രേഖയാണെങ്കിലും മണിരേഖയാണെങ്കിലും നിങ്ങൾ എത്ര തവണ ചെയ്ത് കഴിഞ്ഞാലും യാതൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് വരില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ദോഷങ്ങളും നിങ്ങൾക്ക് വരില്ല. അത് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ വെറുതെ ഈ ഓഡിയോ കേട്ടാൽ പോരെ, അപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ കേട്ടൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദയവ് ചേർന്ന് ഇതിനൊരു എന്താ പറയുക, വാല്യൂ നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. ഞാൻ അത്രയധികം ബഹുമാനത്തോടെ സ്നേഹത്തോടെ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു ശക്തിയാണ് മണിരേഖയാണെങ്കിലും റേഖിയാണെങ്കിലും. സോ അതിനൊരു വാല്യൂ ഉണ്ട്. അതിന് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുക. പലർക്കും നിങ്ങൾ അവിടുന്ന് ചെയ്തോളുമല്ലോ, നമ്മൾ ഇവിടുന്ന് ഹീലായിക്കോളും, ആ ഒരു രീതിയിലേക്ക് കാണരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 21 ദിവസം ഞാൻ 24 hours നേരത്തേക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹീലിംഗ് ചെയ്ത് തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ആവശ്യത്തിനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു അരമണിക്കൂർ നേരം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതിനു വേണ്ടി സ്വസ്ഥമായി ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ നിങ്ങൾ ആ ഓഡിയോ കേൾക്കുക. മറ്റൊരു കാര്യം, ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫൈനാൻഷ്യൽ ബ്ലോക്ക് മാറില്ലേ, അല്ലെങ്കിൽ 21 ദിവസം കൊണ്ട് 21 ദിവസം പൂർത്തിയാകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലം പോകുമായിരിക്കും അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും, പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ രോഗം മാറുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. കാരണം നിങ്ങൾ ഏത് ഡോക്ടറെ അടുത്താണോ പോയി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നത്, ആ ഡോക്ടറെയും അദ്ദേഹം തരുന്ന മരുന്നുകൾക്കും നിങ്ങളൊരു വിശ്വാസം കൽപ്പിക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോഴേ അത് നിങ്ങൾക്ക് ഫലിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് റേഖിയാണെങ്കിലും മണിരേഖയാണെങ്കിലും നിങ്ങളൊരു ഹീലിംഗ് എടുക്കുന്നതിന് മുൻപ് ഡബിൾ മൈൻഡ് വരരുത്. അതായത് 2 തോണിയിലും കാല് വയ്ക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ശരിയാവുമായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തീരുമായിരിക്കും അല്ലേ, നോക്കാം, ഈ ഒരു മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ ഒരു ഹീലിംഗും അറ്റൻഡ് ചെയ്യരുത്. അതിനൊരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ലഭിക്കില്ല. തീർച്ചയായും ഈ ഒരു ഹീലിംഗ് എടുക്കുന്ന മൊമെൻ്റ് തൊട്ടിട്ട് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് വേണം ഏത് ഹീലിംഗും നിങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് മണിരേഖയുമായിട്ട്, അതായത് സ്പെഷ്യൽ ഗ്രൂപ്പ് ഹീലിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ള കാര്യം. ഒരാൾ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ലാസ്റ്റേക്ക് വെച്ചതാണ്.
ആ ചോദ്യം ഇങ്ങനെയാണ്. ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് കുറച്ച് വീഡിയോസിന് മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. എല്ലാം എനർജിയാണ്, എനർജിയുടെ 4 ഡയമെൻഷൻസിനെ പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് എനിക്കൊരു വ്യക്തി കമൻറ്റ് ചെയ്തത്, ബോധം എന്ന് പറയുന്നത് എന്ത് എനർജിയാണ്, എല്ലാം എനർജിയല്ല, ബോധം എന്ന് പറയുന്നത് എന്ത് എനർജിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ CD-യിൽ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റ എന്ത് ഊർജ്ജമാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിർഗുണ പരബ്രഹ്മം ഏത് ഊർജ്ജമാണ് എന്നൊക്കെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിച്ച ഒരൊറ്റൊരാളാണ്. ഞാൻ പറഞ്ഞു തരാം. CD-യിൽ വെക്കുന്ന, അഥവാ CD-യിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ആണെങ്കിൽ, അല്ലെങ്കിൽ CD-യിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ത് തന്നെയാണെങ്കിലും അതിനെ ഡിജിറ്റൽ എനർജി എന്നാണ് വിളിക്കുക. ഇനി ബോധം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം. ബോധം എന്ന് പറയുന്നത് ഒരു എനർജി തന്നെയാണ്. പക്ഷേ ഈ എനർജിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. മറ്റ് എല്ലാ ഊർജ്ജങ്ങളെയും മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഊർജ്ജമാണ് ബോധം എന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജി, അതിനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന എനർജിയാണ് ബോധം, അഥവാ കോൺഷ്യസ്നെസ് എന്ന് പറയും. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മനാണ്, അഥവാ നമ്മുടെ സോളാണ്. ഇനി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ ചൂട്, തണുപ്പ്, ഇതിനൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുക. ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി, ചൂടെന്ന് പറയുന്ന എനർജി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഷ്യസ്നെസ് ഉണ്ടാവണം, ബോധം ഉണ്ടാവണം. ആ ചൂടുള്ള സാധനം തൊട്ടാൽ കൈ പൊള്ളും, അല്ലെങ്കിൽ തീയുടെ അടുത്ത് നിങ്ങൾ കൈ വെച്ചാൽ നിങ്ങളുടെ കൈ പൊള്ളും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് ബോധം എന്ന് പറയുന്നത്, അഥവാ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ബോധം നമ്മുടെ ആത്മാവിൽ നിന്നും ഉയർന്നു വരുന്നു എന്നുള്ളത്. അതായത് സൂര്യപ്രകാശം ഈ പ്രപഞ്ചത്തിൽ, സമ്പൂർണ്ണ പ്രപഞ്ചത്തിലും പ്രകാശം പരത്തുന്നത് പോലെ ആത്മാവ് നമ്മിൽ ജ്ഞാനത്തിൻ്റെ ബോധത്തെയാണ് ഉയർത്തുന്നത്. അതായത് നാം എന്താണെന്നും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇതിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പരബ്രഹ്മം ഏത് ഊർജ്ജമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അതായത് നമ്മളെന്ന സോളിനെ, നമ്മളെന്ന ബോധത്തെ നമുക്കറിയാൻ പറ്റുമ്പോൾ പരമാത്മാവ് അഥവാ പരബ്രഹ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ പരബ്രഹ്മത്തിൻ്റെ അംശമാണ്, അല്ലെ അതേ പരബ്രഹ്മത്തിൽ നിന്നാണ് ഞാനും, ഈ ചോദ്യം ചോദിച്ച നിങ്ങളും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, നമ്മുടെ ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ബോധം അഥവാ ജ്ഞാനം, ഇത് നമുക്ക് തരുന്ന ആ ഒരു എനർജി, അതാണ് കോൺഷ്യസ്നെസ് എനർജി എന്ന് പറയുന്നത്. ഈ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഓരോന്നിനെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ, മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പരബ്രഹ്മം എന്ന് പറയുന്ന ഊർജം, അഥവാ ഒരു സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പരബ്രഹ്മത്തിൻ്റെ ഊർജം തന്നെയാണ് എന്നിലും ഈ ചോദ്യം ചോദിച്ച വ്യക്തിയിലും നമ്മളിലെല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്നില്ലേ, കുണ്ടലിനി എനർജി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നില്ലേ, നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണശക്തി. ഒന്ന് ആലോചിച്ച് നോക്കുക, ജനിച്ച് വീഴുന്ന കുഞ്ഞിന്, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വസിക്കുന്ന ഒരു ഭ്രൂണത്തിന്, ഒരു ജീവന് എങ്ങനെയാണ് അതിൻ്റെ അമ്മയുടെ ഇമോഷൻസിനെ ക്യാച്ച് ചെയ്യാൻ സഹായിക്കുന്നത്? എങ്ങനെയാണ് ആ കുഞ്ഞിന് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്? അമ്മ സന്തോഷിക്കുമ്പോൾ എങ്ങനെയാണ് ആ കുഞ്ഞ് സന്തോഷിക്കുന്നത്? അതിൻ്റെ കോൺഷ്യസ്നെസ്സാണ്, അഥവാ ആത്മാവിൻ്റെ ശക്തിയാണ്. ഇനി ആ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്ന സമയത്ത് ഏതെങ്കിലും കുഞ്ഞിനെ ഏതെങ്കിലും ഡോക്ടറോ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ആദ്യമായി കൈകളിലെടുക്കുന്ന ഒരു നേഴ്സോ ഇങ്ങനെ പാല് കുടിക്കൂ എന്ന് ഏതെങ്കിലും കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എൻ്റെ അറിവിലില്ല. അത് മനുഷ്യനെന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്ന ഓരോ ജീവജാലത്തിനും ബോധം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിൻ്റെ അമ്മയെ അതിന് തിരിച്ചറിയാം.
എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? അതാണ് ഞാൻ ഈ പറഞ്ഞ ബോധം അഥവാ കോൺഷ്യസ്നെസ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കുക, എല്ലാം ഊർജ്ജമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ശബ്ദവും നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണുന്ന ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ഊർജ്ജമാണ്. സോ ഊർജ്ജത്തെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. മനസ്സിലാക്കുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.